രണ്ടാഴ്ചയോളമായി ഒരാൾ അമേരിക്കയിൽ ഇങ്ങനെ പതുക്കെ ചുറ്റി കറങ്ങുന്നുണ്ട്. ആരാണെന്നോ? വേറെ ആരുമല്ല, നമ്മുടെ വരാൽ മെത്രാൻ തന്നെ, വരാൽ തോമ. ഈ ന്യൂസ് കൂടുതൽ ആർക്കും അറിഞ്ഞുകൂടട്ടോ. അതീവ രഹസ്യമായിട്ടാണ് വരാലിൻ്റെ ഈ വരവ്. സത്യത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ വാർത്ത എത്തിച്ചു തന്നത് തന്നെ. ഞാൻ ചോദിക്കുന്നത് ഇതാണിപ്പോൾ. ഒരുവിധം സാമാന്യ സമാധാനത്തിൽ പോകുന്ന ഒരു രൂപതയാണ് ചിക്കാഗോ സീറോ മലബാർ രൂപത. ബിഷപ്പ് ജോയി ആലപ്പാട്ട് ഒരു കൽതായ തീവ്രവാദിയല്ല. അദ്ദേഹം ഒരു സാമാന്യ മനുഷ്യനാണ്, നീതിമാനാണ്. സാമാന്യ സമാധാനത്തിൽ അദ്ദേഹം ഈ രൂപതയെ അങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നു, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ. ഇരുകൂട്ടരെയും സമന്വയിപ്പിച്ച് വളരെ പക്വമായ രീതിയിലാണ് അദ്ദേഹം ഈ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഒരു പക്ഷേ ഈ കൽതായ തീവ്രവാദികൾക്ക് കണ്ണുകടി ഉണ്ടാകാം, കണ്ണുകടി. അതുകൊണ്ട് ഇവിടെ ഒന്ന് ഇളക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ഇത് മാത്രമാണ് വരാലിൻ്റെ ഈ യാത്രയുടെ ഉദ്ദേശം. നോ, പല പള്ളികളിലും അദ്ദേഹം ധ്യാനങ്ങൾ നടത്തി എന്ന് കേൾക്കുന്നു. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. വളവളാന്ന് സംസാരിക്കുവാൻ മിടുക്കനാണല്ലോ ഈ വിദ്വാൻ. അറ്റ്ലാന്റയിലെ ഒരു പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ഒരു പരാതി പറഞ്ഞു. പരാതിയല്ല, ഒരു പരിഭവം. എന്താണെന്നോ? പള്ളിയിൽ ചുവന്ന കർട്ടൻ ഇല്ല അത്രേ. അതൊരു പോരായ്മയാണ്. അതില്ലാത്തതിൽ വരാലിന് വളരെ ദുഃഖമുണ്ടത്രേ. ഹോ, ആ പാവത്തിൻ്റെ ചങ്ക് പൊട്ടിപ്പോയി കേട്ടോ. റിയലി, ചുവന്ന കർട്ടൻ ഇല്ലാത്തത് കൊണ്ട്. കുത്തിത്തിരിപ്പിൻ്റെ ആദ്യ പടിയാണ് ഇത് എന്നതിന് എന്തെങ്കിലും സംശയമുണ്ടോ സുഹൃത്തുക്കളെ? ഇത് കേട്ടാൽ പോലെ ചില ചങ്ങനാശ്ശേരി പല കൽതായ കൂട്ടങ്ങൾ ഇയാളുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം നേടി ചുവന്ന കർട്ടൻ വേണമെന്ന് ബഹളം കൂട്ടാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ഇല്ലേ? അങ്ങനെ ഒരു ഹിൻ്റല്ലേ, ഒരു ഡോഗ് വിസിൽ അയാൾ കൊടുത്തത്? ഞാൻ പറഞ്ഞല്ലോ, പല പള്ളികളിലും അദ്ദേഹം ഈ നീതിസാരം പ്രസംഗിക്കുന്നുണ്ട്, നീതിസാരം. എന്നാൽ ഇയാളുടെ ഈ ധ്യാനം മിഴിച്ചിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അടിമ വിശ്വാസി ആ പാവപ്പെട്ട ലൂസിയുടെ 3 കോടിയെപ്പറ്റി അദ്ദേഹത്തോട് ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ വാക്ക്. വിധവയുടെ ചില്ലിക്കാശല്ലേ ഈ വരാലും 2 കള്ളപ്പാതിരിമാരും കൂടി അടിച്ചു മാറ്റിയത്, തുരന്നെടുത്തത്, അടിച്ചു മാറ്റി സ്വന്തം പള്ളക്കിട്ടത്. ഒരായുസ് മുഴുവൻ അടിമവേല ചെയ്തതിന് നന്ദിയായി മക്കളില്ലാത്ത ആ ഡോക്ടർ ദമ്പതികൾ ആ ലൂസിക്ക് ദാനമായി കൊടുത്ത പണം, ആ പണമാണ് ഈ 3 കോടി. അതാണ് ഈ നാണം കേട്ട ഉളുപ്പില്ലാത്ത ബിഷപ്പും കൂട്ടരും അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വാങ്ങിയെടുത്തത്. എന്നിട്ടാണ് അയാളിപ്പോൾ അമേരിക്കയിൽ വന്ന് നീതിസാരം വേദം പ്രസംഗിക്കുന്നത്. ഉളുപ്പില്ലേ വരാലേ തനിക്ക്? ഉളുപ്പ് അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്കയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലയാളി അല്ലാതാകുന്നില്ല. മലയാളികൾ എവിടെ ജീവിച്ചാലും എന്നും ഒരു തരം കൊഞ്ഞാണന്മാരായിരിക്കും, നട്ടെല്ലിന് ബലമില്ലാത്തവർ. ഞാൻ ചോദിക്കുന്ന ഇതാണ്, എന്തിനാണ് ഈ വരാലിപ്പോൾ ഇങ്ങനെ അമേരിക്കയിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്? എന്താണ് അയാളുടെ ഉദ്ദേശം? ഇന്ത്യയിൽ എത്രയോ സീറോ മലബാർ രൂപതകളുണ്ട്. അവിടെ എങ്ങും പോകാതെ നേരെ ഇങ്ങോട്ട് ഈ അമേരിക്കയിലേക്ക് ഇയാൾ കെട്ടിയെടുത്തതിൻ്റെ കാര്യമെന്ത്? അതിന് പിന്നിലെ രഹസ്യമെന്ത്? കുത്തിത്തിരിപ്പ് തന്നെ ഉദ്ദേശം, കുത്തിത്തിരിപ്പ്. ഇവിടുത്തെ പല സിറ്റികളിലെയും ചങ്ങനാശ്ശേരി കൂട്ടങ്ങളുമായിട്ട്, ഗാങ്ങുകളുമായിട്ട് രഹസ്യത്തിൽ ഇയാൾ ചില കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടക്കുന്നുണ്ട് പല സിറ്റികളിലും. ഇത് ചിക്കാഗോ രൂപയ്ക്ക് ഒരു രീതിയിലും ഗുണം ചെയ്യില്ല. അത് 3 തരം കുത്തി കുണ്ണാച്ചു മറിഞ്ഞിട്ടും എറണാകുളം അതിരൂപതയിൽ കൽതായത്വം വേര് പിടിക്കുന്നില്ല. കേരളത്തിൽ എറണാകുളം അതിരൂപതയിൽ മറ്റു പല വടക്കൻ രൂപതകളിലും അതിങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ് ഈ കൽതായത്വം. ഇത് മനസ്സിലാക്കിയ കൽതായ മെത്രാന്മാർ ഇപ്പം ആകെ വിഭ്രാന്തിയിലാണ്, വിരണ്ടു പോയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയിലെ കൽതായവാദികൾ ഒന്ന് ഇളക്കി ചൂടാക്കുക, ഇച്ചിരി അലങ്കോലവും ഒച്ചപ്പാടും അവരെ കൊണ്ടുണ്ടാക്കിക്കുക. ഇതാണ് വരാലിൻ്റെ ഈ വരവിൻ്റെ ലക്ഷ്യം. പിന്നെ പണത്തിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ടല്ലോ. പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് 10,000 ഡോളർ അദ്ദേഹം കൽതായ അടിമകളിൽ നിന്ന് ഊറ്റിയെടുത്തു, പോക്കറ്റിലിട്ടു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. യെസ്, ഡൊണേഷൻ. അമേരിക്കയിലെ സുന്ദരി കൊച്ചമ്മമാരെയും വരാൽ വെറുതെ വിടുന്നില്ല എന്നാണ് അറിവ്. അവരോട് കൊഞ്ചിയും കുഴഞ്ഞും അവരുടെ പേഴ്സിൻ്റെ സിപ്പർ അദ്ദേഹം അഴിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വേറെ എന്തിൻ്റെയെങ്കിലുമൊക്കെ സിപ്പറോ കൊളുത്തോ ചരടോ ഒക്കെ അഴിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. അത്രയ്ക്ക് പേഴ്സണലായിട്ടുള്ള അറിവ് എനിക്കില്ല. എൻ്റെ അറിവിൽ ഞാൻ പറയാലോ, ഒരു മെത്രാന്മാരും അന്യരൂപതകളിൽ പോയി ഇങ്ങനെ അമ്പലക്കാളയെ പോലെ നടക്കാറില്ല. നോ, അവരവരുടെ രൂപതകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും. അതുകൊണ്ട് ബുദ്ധിയും വിവരമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജന്തുവിനെ 4 അയൽവക്കത്ത് അടുപ്പിക്കരുത്. വരാൽ മെത്രാൻ ഈസ് ട്രബിൾ. അയാൾ ഈ സമൂഹത്തിന് ദോഷമേ ചെയ്യൂ. ചിക്കാഗോ രൂപതയിൽ അദ്ദേഹം കൽതായ വിഷവിത്ത് പാകിക്കഴിഞ്ഞു.
തീർച്ചയായിട്ടും പാകിക്കഴിഞ്ഞു. അതിൻ്റെ പരിണിതഫലം മാസങ്ങൾക്കകം നമ്മൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്.